വിശ്വാസജീവിതം പാടകരിൽ ഞാൻ സിയോൻ നഗരിൽ പാടുന്നു ഞാൻ വിശ്വാസമായി യേശുവെ നോക്കി നിത്യദേശത്ത് പാടുന്നു ഞാൻ വിശ്വാസനായ ഇവിടെ കുട്ടികൾക്ക് നന്ദി. കർത്താവേ, സന്ധ്യയിൽ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. മോശ സുന്ദരനായതുകൊണ്ട് അവരുടെ മാതാപിതാക്കന്മാർ ഒളിച്ചുവെച്ച ആ മഹത്തരമായ സംഭവങ്ങൾ ധ്യാനിച്ചു. കർത്താവേ, മാതാപിതാക്കന്മാരെ പോലെ ആകുവാനും ആ മോശയെ പോലുള്ളാകുവാനാണ് ഞങ്ങൾ വിളിച്ചത്. ഞങ്ങൾ ധ്യാനിച്ചു. ഫറവോയുടെ മകളുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസം പോലും നിഷേധിച്ചു എന്ന് ഞങ്ങൾ ധ്യാനിച്ചു. കർത്താവേ, ഈ ലോകത്തിൻ്റെതല്ല ഞാൻ ദൈവത്തിൻ്റെതാണ്, സ്വർഗത്തിൻ്റെതാണെന്നുള്ള തിരിച്ചറിവോട് ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾ ധ്യാനിക്കുകയാണ് ഇബ്രാഹിം 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്ത, അടുത്ത ഈ ശുശ്രൂഷ നമ്മൾ ശുശ്രൂഷിക്കുന്നത് എബ്രായർ 10:25 പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവർ ഇഷ്ടപ്പെട്ടത്. നമുക്കെല്ലാവർക്കും സ്വസ്ഥതയോടെ ഇരിക്കാം, ശ്രദ്ധ വിട്ടുപോകാതെ ഇരിക്കാം. മൂന്നാമത്തെ ചിന്തയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ തിരുവചനം. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവർ ഇഷ്ടപ്പെട്ടത്. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ അല്ലെ, ഒരാള് ഒരു വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കാൻ നേരത്ത് അവിടുത്തെ കുടുംബനാഥനോട് ചോദിച്ചു, മദ്യപിക്കാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനൊരു റേഷനുണ്ട്, ഒരു ക്രമം. 100 അല്ലെങ്കിൽ 150 രൂപ ദിവസേന മദ്യം കഴിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ 100 അല്ലെങ്കിൽ 150 രൂപ. ഞാനെല്ലാം അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ഒരു 10-30 കൊല്ലം മുമ്പ്, 38 കൊല്ലം മുമ്പ് എന്നോട് ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച ആളോട് ഞാൻ പറഞ്ഞു, മദ്യപിക്കരുത്, മദ്യപിക്കുന്നത് പാപമാണ്, മാത്രമല്ല നമ്മുടെ സാമ്പത്തിക ഭദ്രതയെല്ലാം തകരുകയും ചെയ്യും. മനസ്സിലായോ? സാമ്പത്തിക ഭദ്രത തകരും. ഇന്നത്തെ കണക്ക് 150 ഒരു മാസം, ഒരു ദിവസം 150 രൂപയ്ക്ക് മദ്യം കഴിക്കും. സാധാരണ കൂലിപ്പണിക്കാർ ആർക്കും ഒരു ശല്യം.
ഒരു മാസത്തിന് വേണ്ടി 4,500 രൂപ അല്ലേ? ശരിയല്ലേ? 12 മാസം കൂടിയപ്പോ 14,48 14,000 54,000 രൂപ അല്ലേ? 54,000 രൂപ ശരിയല്ലേ? 54,000 രൂപ ഓരോ വർഷം ഇടുന്ന ബാങ്കിൽ ഇടുകയാണെങ്കിലോ വേണ്ട. ഈ 150 രൂപ 150 രൂപ ഉണ്ടെങ്കിൽ 3 നേരം ആഹാരം കഴിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. മനസ്സിലായോ? 150 രൂപയെങ്കിൽ അതുപോലും കിട്ടാത്ത ആളുകൾ ഇപ്പൊ ഭൂമിയിലുണ്ട്. ഒരിക്കലും ഒരു ഭിക്ഷക്കാരനോട് ചോദിച്ചു, ഒരു പയ്യനാണ്, അരക്ക് കീഴ്പോട്ട് തളർന്നിട്ട് ചെറിയൊരു പലക കൊണ്ട് ഈ വീലുണ്ടാക്കി ഇങ്ങനെ ഇടഞ്ഞു പോകാൻ ഒരു കൊച്ചനാണ്. അപ്പൊ അവരോട് ദിവസേന ആഹാരം കൃത്യമായിട്ടൊക്കെ എഴുതിച്ചപ്പോ പറഞ്ഞു, ഇല്ല, ഈ കടകളിലൊന്നും ചെന്ന് ആരും തരില്ല. പിന്നെ വീടുകളിൽ ചെല്ലാൻ റോഡ് സൈഡിലെ വീടുകളിലൊന്നും ഗേറ്റൊക്കെ അടച്ചിട്ടേക്കാൻ ആരും കയറാനും പറ്റില്ല. പിന്നെ കുന്നുമലയോടത്തിങ്ങനെ പോകാനും പറ്റൂല. അതുകൊണ്ട് പല ദിവസവും പട്ടിണിയാണെന്ന് പറയുന്നു. അപ്പൊ നമ്മളവരോട് ചോദിക്കണം, ഞങ്ങളുടെ കൂടെ പോരുന്നോ? ഞങ്ങളുടെ ശുശ്രൂഷകരിയാണ്. ആരും സഹായിക്കാനില്ലാത്ത പാവപ്പെട്ടവരും വഴിയിടെ നടക്കുന്നവരെയൊക്കെ ശുശ്രൂഷിക്കലാണ് ഞങ്ങളുടെ കൂടെ പോരുന്നോ? സമൃദ്ധമായിട്ട് ആഹാരം തരാം. ഒറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥിക്കണം. പാപം ചെയ്യില്ലാതെ തീരുമാനം എടുക്കണം. മനസ്സിലായോ? പ്രാർത്ഥിക്കണം, പാപം ചെയ്യില്ലാന്ന് തീരുമാനമെടുക്കണം. ഞങ്ങളുടെ കൂടെ പോകുന്നു, ഇത്ര സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പൊ ഈ 150 രൂപ ഏതെങ്കിലും സ്ഥലത്തേക്ക് ദാനം ചെയ്യാമെന്നെങ്കിലോ? അല്ലേ? ഒരു മാസം 4,500 രൂപ ആർക്കെങ്കിലും സഹായിക്കാൻ പാടില്ലായിരുന്നോ? പാപത്തിന്റെ നിമിഷ സുഖങ്ങൾ. ആ 150 മദ്യം കഴിച്ചിട്ട് എത്ര സുഖം കിട്ടി? അരമണിക്കൂർ 3/4 മണിക്കൂർ കിട്ടിക്കാണും. അല്ലെങ്കിൽ 2 മണിക്കൂറത്തേക്ക് നല്ലൊരു ഉറക്കം കിട്ടിക്കാണും. അത് വീട്ടിൽ വന്ന് ആരെങ്കിലും കൂടുതൽ വർത്താനം പറഞ്ഞിരുന്ന് പോയാൽ അത് പോയി. പിന്നെ വേറെ 150 മുടക്കണം. അതിനോട്ട് ആരോടും അധികം ഒന്നും മിണ്ടാതെ ഉള്ള അത്താഴോട്ട് നേരത്തെ കിടക്കും. മനസ്സിലായില്ലേ? അപ്പൊ ചോദിക്കുമ്പോ എന്താ പറയണേ? ഉറക്കം കിട്ടാൻ വേണ്ടി എന്ന് പറയണേ. പക്ഷെ പ്രാർത്ഥിക്കണ എന്താ? ഈ 150 കുടിക്കുന്ന ആൾ എന്തായാലും കുരിശ് വരക്കാനിരിക്കുമല്ലോ. ബോധമൊന്നും പോയിട്ടില്ല, കുരിശ് വരക്കും. അത് ആഗ്രഹത്തിന്റെ കാരണം. അപ്പൊ കുരിശ് വരക്കുമ്പോ എന്താ ചെയ്യണേ? യേശുവെ ജീവനിരിക്കുന്ന ദിവശരീരം തിന്നതിനാൽ ചിത്തമറിൽ തോന്നിയിടരുത്. രാവിലെ ഉറങ്ങുമ്പോഴരികിൽ നിങ്ങളുടെ രൂപത്തിന് സദാ അംഗമടങ്ങും നിദ്രയതിൽ. കള്ള് കാത്തേക്ക 150 കള്ളും ബ്രാണ്ടി അകത്ത് എന്നിട്ട് ഇയാൾ പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എന്റെ അംഗങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളൊക്കെ അടക്കി ഉറങ്ങുമ്പോ നിന്റെ രക്തം എനിക്ക് കാവല് ചെയ്യണമെന്ന്. ഷാപ്പിൽ പോയപ്പോഴാണ് എന്താ വിചാരിച്ചത്? എന്നെ കാക്കുന്നത് ഈ കള്ളാണ്. ചേട്ടാ, ഈ കള്ളിനെ കുടിച്ച പാപമാണെന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നത് എന്താ? അപ്പൊ ഒരു മനുഷ്യൻ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് പാപമല്ല, ഇത് എന്നെ തന്നെ സംരക്ഷിക്കുന്നതിനാണ്. പിന്നെ അദ്ദേഹം പറയും, എനിക്ക് ഇന്നവരൊന്നും ഒരു കുറവില്ല. ആ അമ്മയുടെ നടക്കെ പോയി ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നവരെല്ലാം കിട്ടും. അമ്മനെ ഉറക്കം കിട്ടൂലേ? അല്ലേ? അൻപട് നിന്നെ പ്രസവിച്ചോരമ്മയുടെ പ്രാർത്ഥനയാ എൻ ശൈലത്തിന്മേലാവിൽ. അവ ഉറക്കം മാത്രം അമ്മ തരില്ല, ബാക്കി അത് കള്ള് തരുള്ളൂ. അത് തട്ടിപ്പല്ലേ. ബാക്കി നടക്കെ പോയി തർക്കത്തോട് നടക്കണോ തർക്കത്തോട് നടക്കും. LIC പിടിക്കണോ LIC പിടിക്കാം, ചിട്ടി പിടിക്കാൻ പോണോ ഒരു തിരി എത്തിച്ചുകൊണ്ട് പോയത് എന്ത് കാര്യവും ഈ അമ്മയുടെ നടക്കുന്നത് കിട്ടും. യേശുക്രിസ്തുവിനെ അറിയില്ലല്ലോ, അതുകൊണ്ട് കൂടിയതൊന്നും ചോദിക്കാനും പോണില്ല. യേശുക്രിസ്തുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും തരുമെന്ന് പറഞ്ഞേക്കണം. എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോടൊന്നും ചോദിച്ചിട്ടില്ല, ചോദിച്ചു നോക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സാധാരണ യാക്കോബുകാരും വിശ്വാസികളൊക്കെ പറയുന്നത് ആ നടക്കെ പോയാ കിട്ടും.
അങ്ങനെയാണ് ഈ ഉറക്കത്തിനുള്ള പുള്ളിക്കാരൻ തരില്ലേ? ഉറക്കത്തിനുള്ളത് മാതാവ് തരില്ലേ? ഉറക്കത്തിനുള്ളത് തരില്ലേ? തരില്ലേ? അത് കള്ള് കുടിച്ചു കൊണ്ടുവന്നിട്ട് അംഗമടങ്ങുന്നതിരേതിൽ നിൻബലം എന്നെ കാക്കണമെന്നും എന്റെ ഉറക്കം നിന്റെ ധൂപം പോലെ ആകണമെന്നും അട്ട് പാതിരാക്കിയിരുന്ന സിഗരറ്റ് പീടി വെച്ചുകൊണ്ട് ഉറക്കം തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോ കെട്ടിയോടെ വാതി ഉറക്കത്തിൽ വെച്ചിട്ട് എന്തൂട്ടം പിള്ളേർ ഉറക്കത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമാധാനം ഇല്ലോ? അത് മനസ്സിലായില്ലേ? ധൂപം പോലെയാണ്. അതുകൊണ്ട് പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കട്ടപ്പാടിൽ പങ്കുചേരുന്നതിന് ആരിഷ്ടപ്പെട്ടു? മോശം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനമെടുക്കും. എന്ത് തീരുമാനം? എന്റെ ഒരു കൂട്ടുകാരനാണ് ഇപ്പാമി യുക്കലാണ്. ഇവിടെ കുക്കാട്ടുപിടിക്ക് വലിയൊരു ചുരിദാർ മെറ്റീരിയലൊക്കെ കടയൊക്കെ ഉണ്ടായിരുന്ന ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് പുള്ളി അതൊക്കെ വിട്ടിട്ട് ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നു. അന്ന് പുള്ളി കപ്പൂച്ചൻ ആശ്രമത്തിൽ പോയതാണ്. കത്തോലിക്ക സഭയിൽപ്പെട്ടതാണ്. കപ്പൂച്ചൻ ആശ്രമത്തിൽ വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ്. പക്ഷെ ക്യാമ്പിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുന്നു. പോലെ ദൈവമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഉള്ളിലെപ്പോഴും ആ ചിന്ത ഉണ്ടായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ എന്റെ വീട്ടിലിങ്ങനെ ഈ തെരുവിലുള്ള മക്കൾ താമസിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ആ പയ്യനും വന്ന് അവൻ കുറെ നാളിവിടെ ശുശ്രൂഷ ചെയ്തു. അപ്പൊ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അവന്റെ മനസ്സിൽ അവനൊരു ദിവസം അവരുടെ കടയുടെ ആവശ്യം. അപ്പൊ ആഴ്ചയിൽ 2-3 ദിവസം കടയുടെ ബിസിനസ് ആയിട്ട് പോകും. ബാക്കിയുള്ള സമയം അവരുടെ ജോലി ചെയ്യണം. ആ ബിസിനസ് പിടിക്കാനായിട്ട് പോയ സമയത്ത് അവന് അന്നത്തെ കാലത്ത് 30 കൊല്ലം മുമ്പെന്നുള്ള കാര്യം ഓർക്കണം. ഒരു ബിരിയാണി തരുമെന്നൊരു കൊച്ചു തോന്നി. അന്ന് 50 രൂപയാണ് ഒരു ബിരിയാണിക്ക് നടാൻ പറഞ്ഞത്. അപ്പൊ അവൻ ആ ഹോട്ടലിലേക്ക് 50 രൂപയുടെ ബിരിയാണി തരാനായിട്ട് അങ്ങനെ കയറാനായിട്ട് പോകുമ്പോ ഒരാളവിടെ എത്തിച്ച് ഇങ്ങനെ കാണിച്ചു. ഇതൊന്നും കഴിച്ചല്ല അങ്ങനെ കാണിച്ചു. അപ്പൊ അവനൊന്ന് ആലോചിച്ചു. കുറെ ദിവസങ്ങളായിട്ടുള്ള അവന്റെ ഒരു ഇഷ്ടമാണ് എന്താ, ഇന്നത്തെ പോലെയല്ല. പണ്ടൊക്കെ ബിരിയാണിന്റെ വല്ലപ്പോഴാണ് ഒരു ബിരിയാണി തന്നെ. അതിനുള്ള സെലിബ്രിറ്റിയാണ് ഇങ്ങനെ വെച്ചു. നല്ല സമ്പാദ്യമുള്ള ഒരു മനുഷ്യൻ, നല്ല ബിസിനസ് വിവരത്തിലുള്ള ഒരു മനുഷ്യൻ, ആപ്പാടൊന്നും കൊടുത്തുന്നുള്ളവനല്ല, മദ്യപാനിയല്ല. ഈ ഒരു ബിരിയാണി തന്നെന്നുള്ള കൊതി. ഹല്ലേലൂയ പറഞ്ഞ മനസ്സിലായോ? ആ കൊതിയിൽ അങ്ങനെ അപ്പോഴാണ് ഇയാള് ആ ഹോട്ടലിൽ വന്നിട്ട് എന്ത് ചെയ്യണേ എല്ലാവരും ഈ കൈത്തട്ടി. അപ്പൊ ഇവനൊരു നിമിഷം ഇവൻ ചിന്തിക്കുകയാണ്, ഒരു ചോറിന് 25 രൂപ, ഒരു ഊണിന് 25 രൂപ. എന്റെ ബിരിയാണി തിന്നണമെന്നുള്ള ആഗ്രഹം മാറ്റിവെച്ചാൽ ഇയാൾക്കൊരു ചോറ് കൊടുക്കാൻ പറ്റുമോ? അവനെന്ത് ചെയ്യുന്നറിയാമോ? അവൻ ആ ചോറ് ഉണ്ട് ഇയാൾക്കൊരു പൊതി മേടിച്ചു കൊടുത്തു. പാഴ്സൽ ഇയാളെ ഹോട്ടലിൽ കേട്ടിട്ടുണ്ട്. മേടിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അന്ന് ഉച്ചയ്ക്ക് എന്ത് ചെയ്തു? അവനൊരു നന്മ ചെയ്തു. ഒരാളുടെ വിശപ്പ് മാറ്റി. അത് പാപത്തിന്റെ നിമിഷം. ഒരു ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞാൽ പാപമൊന്നുമല്ലല്ലോ, ആണോ? അതുപോലെ അവൻ മാറ്റി വെച്ചപ്പോ ഒരു എന്താ പറയുന്നത്, ഒരു പുണ്യം ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ ഓരോ ദിവസം വസ്ത്രം മാറുന്നതിന്റെ ചെലവ്, വാങ്ങിക്കൊണ്ടുന്നതിന്റെ ചെലവ്, ആഭരണങ്ങൾ വാങ്ങുന്നതിന്റെ ചെലവ്, സിഗരറ്റ് വലിക്കുന്നതിന്റെ ചെലവ്, പുകവലിക്കുന്നതിന്റെ മദ്യം കഴിക്കുന്നതിന്റെ ചെലവ്, ആർഭാടങ്ങള് ഭവനങ്ങളിൽ വാരിക്കൂട്ടുന്നതിന്റെ ചെലവ്, ഇന്ന് കോടികളും ലക്ഷങ്ങളും മുടക്കി വീട് പണിയുന്നതൊക്കെ കടബാധ്യത കയറി തൊലഞ്ഞിരിക്കാണ്. പ്രാർത്ഥിക്കണമെന്ന് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് അപേക്ഷ കൊടുത്ത് എന്ന് തീരും എന്റെ കഷ്ടം ഇനിയും അല്ലേ എന്ന് പറഞ്ഞിട്ട് പാടി നടക്കുക, പ്രാർത്ഥിച്ചടക്കം ചെയ്യുന്ന അതുകൊണ്ട് ഇതിന്റെ അളവും ഇതിന്റെ പൈസയൊക്കെ കുറച്ചായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ എത്രയോ പാവപ്പെട്ടവരുടെ വീടില്ല എന്നുള്ള ദാരിദ്ര്യം മാറ്റാമായിരുന്നു. 1.5 കോടി രൂപ മുടക്കി വീട് പണിതിട്ട് കടബാധ്യത കയറി വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിറ്റ് കിട്ടിയാൽ ഒരു വീതം പ്രത്യാശ പോലെ തരും. മനസ്സിലായോ? യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ മറ്റാർക്കും ഇടം കിട്ടാത്തവിടം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മധ്യത്തിൽ ധരിച്ചു വസിക്കുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന ആ തിരുവചനം ശ്രദ്ധിക്കാതെ അവിടെ 3 സെന്റ് മേടിച്ച്, അപ്പുറത്ത് 5 സെന്റ് മേടിച്ച്, അവിടെ 10 മേടിച്ച്, ഇവിടെ 20 മേടിച്ച്, സകല സ്ഥലത്ത് മേടിച്ചിട്ടു. ലക്ഷങ്ങളിൽ ലാഭം കൊയ്യാമെന്ന് പറഞ്ഞ എല്ലാം പ്ലോട്ട് മേടിച്ചു, പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. എന്താണ്? വിറ്റിട്ട് പോണില്ല.
പ്രാർത്ഥിക്കണം. ഏതെങ്കിലും ഒരു പ്ലോട്ട് വെക്കുകയാണെങ്കിൽ പകുതി പ്രശ്നം തീരുമാനം. ആ കൂടെ കുറച്ച് ആർക്ക് തരാം, വിറ്റ് കഴിയുമ്പോഴോ അറിയിക്കില്ല. ആ സ്ഥലം വിറ്റെടുത്തോ, അത് പെട്ടെന്ന് അങ്ങനെ വന്ന് കുറെ നഷ്ടത്തിലെ പോയി. അടുത്ത് എന്തായാലും ഒരു പാർട്ടി വന്നിട്ട് വരാട്ടോ എന്ന് നമ്മൾ കാശിനോട് ചോദിക്കണമല്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരെ ഗുണം കിട്ടിയെന്ന് അറിയാനും ചോദിക്കണം. അത് വില കുറഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ പ്രത്യാശഭവൻ പോലെയുള്ള ആതുരാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത് വിറ്റ് ദൈവം കൊടുക്കുകയാണെങ്കിലേ നിങ്ങൾക്കൊരു ഇനാം തരാമെന്ന് പറഞ്ഞ് പ്രാർത്ഥനാക്കാരെ ബ്രോക്കർമാരാക്കി എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഈ സമ്പാദിച്ചു കൂട്ടണമെന്നുള്ള ആ പാപത്തിന്റെ നിമിഷ സുഖങ്ങൾ അങ്ങനെ വഴിയായിരുന്നെങ്കിൽ 40 വർഷം ഇസ്രായേലിന്റെ അടിമത്തത്തിൽ ഇസ്രായേലിന്റെ രാജാവ് കുമാരനായിട്ട് വാണ മോശ പാപത്തിന്റെ നിമിഷ സുഖങ്ങൾ വിശ്വാസം മൂലം വേണ്ട എന്ന് വെച്ചിട്ട് ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ ജാമ്യം. ഇന്നു മുതൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം. ഈ വചനം കേട്ടതുകൊണ്ട് യേശു പറഞ്ഞു യഹൂദന്മാരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാകുമായിരുന്നില്ല, പാപം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറഞ്ഞത് കൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് പാപമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദൂർത്ത് കുറയ്ക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അംശം മാറ്റിവെക്കണം. ദൈവിക നന്മയ്ക്ക് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. കുറെ ആഭരണങ്ങളും കുറെ ഡ്രസ്സൊക്കെ വാങ്ങി മോഡല് മാറുമ്പോഴും കടക്കാൻ പറ്റാതെ ആവുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിക്കില്ല. കുറെ ഡ്രസ്സ് എടുക്കേണ്ട കൊണ്ടുവരേണ്ട തേച്ച് മടക്കി വെച്ചേക്കാന്ന് പറയണേ, തേച്ച് മടക്കി വെച്ചേക്കണം കൊണ്ടുവരട്ടെ. ഞാൻ തിരിച്ചു ചോദിക്കും, എന്റെ സഹോദരൻ, അങ്ങനെ നിങ്ങളെന്നും പുതിയതിടാനും കുറെ പാപങ്ങൾ പഴയതിടാനും ദൈവം അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്യും, പിന്നെ ഇങ്ങോട്ട് വരികയില്ല. ചിലര് മര്യാദ കൊണ്ടുവരും. അന്ന് പറഞ്ഞു തന്നത് എന്തായാലും ഓർത്ത് നന്നായി, എനിക്ക് നല്ലൊരു ബോധം വന്നു. ചില ആളുകൾ വിളിക്കും, 2000 പേരുടെ ഭക്ഷണം ഉണ്ടാക്കി 2 ചെമ്പ് പൊട്ടിച്ചിട്ടില്ല. രാത്രി 12 മണിക്കൊക്കെ നമ്മൾ കടന്നുറങ്ങണ സമയത്ത് ഫോൺ വരികയാണ്. ഞാൻ വിചാരിക്കും പ്രത്യാശം ആർക്കെങ്കിലും പെട്ടെന്ന് അസുഖമായിട്ട് ശുശ്രൂഷ വിളിക്കണമെന്ന് ഓർത്ത് ഉറക്കത്തിൽ ചാടി എന്നിട്ട് കഴിയുമ്പോ വിളിക്കുകയാണ്, രമാസനല്ലേ, ആ ഇവിടെ ഇപ്പോഴാ സദ്യ കഴിഞ്ഞ, ഇവിടെ ഇപ്പോഴാ സദ്യ കഴിച്ച, കൊണ്ടുവരട്ടെന്ന്. എന്താ എവിടെ വെക്കാൻ? 5 മണിക്ക് എല്ലാവരും ജോലി എത്തിപ്പോയി, ശിശുക്കളെല്ലാം ഉറങ്ങി, മക്കൾ ഉറങ്ങി. രാപകൽ കഷ്ടപ്പെട്ട് ഈ മക്കളുടെ കൂടെ ആശുപത്രി 30 ഒരാൾ മെഡിക്കൽ കോളേജ് പോയിട്ടാണ് 6 മണിക്ക് പോയേക്കണതാണ് ചീട്ടെടുക്കാൻ. നാളെ നെഫ്രോണിന്റെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഇന്ന് അവിടെ നിന്ന് നിൽപ്പ് വെക്കണം. ഇന്ന് സന്ധ്യക്ക് പോയി മെഡിക്കൽ കോളേജിൽ 6 മണിക്ക് നിന്ന് നിൽപ്പ്, അനങ്ങാൻ പറ്റാത്തവർക്ക്. ഇവിടുത്തെ ഒരു സ്റ്റാഫും മടിയാണ്, പോകൂല. നമ്മള് സോപ്പിട്ടിട്ടാണ് പറഞ്ഞത്, ചെല്ലിയാട്ടോ വാഹനങ്ങൾ പുറത്ത് മനസ്സിലായില്ലേ? അത്രമാത്രം ദുരിതമാണ് ചീട്ടെടുക്കാൻ പോലും. അത് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയി ലക്ഷങ്ങൾ ചികിത്സ ആവശ്യം വന്നതാണ്. മനസ്സിലായോ? കിഡ്നി സംബന്ധമായിട്ടാണ്, ന്യൂറോ സംബന്ധമായിട്ടൊക്കെ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് ചികിത്സിക്കും. പക്ഷെ ഒരു ചീട്ട് കിട്ടണമെങ്കിൽ ഇത്രയും കഷ്ടം സഹിക്കണം. ആ മാതിരി കഷ്ടപ്പെട്ടുള്ള ജോലിക്കാർ ശുശ്രൂഷ ചെയ്യുമ്പോ നമ്മളോട് ചോദിക്കുകയാണ്, 12 മണിക്ക് ഇത് കൊണ്ടുവരട്ടെ, പാത്രം അവിടെ ഇറക്കി വെച്ചാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. നാളത്തെ സ്ഥിതി എന്താവും? പാത്രം ഇറക്കി വെച്ചു, 100-500 പേർക്ക് കഴിക്കാനുള്ള സാധനമുണ്ട്, വേറെ ഒന്നും കൊണ്ടുപോയി കളയാനില്ലാത്തതുകൊണ്ട്, വേറെ കൊടുക്കാനില്ലാത്തതുകൊണ്ട് എല്ലാം ഇവിടെ ഇറക്കി വെച്ചു. നാളെ ഇത് ആർക്ക് കൊടുക്കാൻ പറ്റും? എന്തൊക്കെയാ ചോദിക്കുന്നത്? പാപത്തിന്റെ നിമിഷ സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പണം ചെലവാക്കുന്നതിന് കണക്കില്ല. പ്രിയമുള്ളവരെ, തിന്നവനെയും ഷുഗറുള്ളവനെയും പ്രഷറുള്ളവനെയും കൊളസ്ട്രോളിനെയും തീറ്റിച്ച് അവനെ ചാവപ്പെട്ടിയിലാക്കാതെ അവന്റെ പുറകാണെന്ന് എങ്ങനെയുണ്ട് ഫുഡ് എന്ന് ചോദിക്കാൻ എന്നൊരു 10 ആൾ പെട്ടിക്കാരനെ
ഒരു പാവപ്പെട്ടവനെ അവനോട് ഞാൻ നിനക്ക് ഒരു ആഹാരം തന്നിട്ട് എങ്ങനെയാണെന്ന് ചോദിക്കേ. യേശു അങ്ങനെയല്ലേ പറഞ്ഞേ, നീ വഴിയിൽ കടന്ന് വികലാംഗനെ കുരുടനെ വിളിക്കുക. നീ ഒരു അത്താഴമോ വിരുന്ന് നടത്തുമ്പോ നിന്റെ സ്വന്തക്കാരെയോ ബന്ധുക്കാരെയോ ധനികരായ ആൾക്കാരെ വിളിക്കരുത്. നീ വഴിയിൽ കടന്ന് വികലാംഗനെ കുരുടനെ വിളിക്കുക. അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകും. എന്തെന്നാൽ അവൻ തിരിച്ചു തരാൻ കഴിവില്ലല്ലോ. ഏത് ക്രിസ്ത്യാനിയും അതിനനുസരിക്കും. ആരംഗീകരിക്കും? നട്ടപ്പാതിരാത്രിക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായില്ലോ എന്ന് പറയുമ്പോ ഞാനവിടെ പ്രാർത്ഥിക്കുന്ന വേണ്ട ആളാണ്, ഞാൻ പണ്ടവിടെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്ന അച്ഛനാണ്, ഞാൻ ഇന്ന ബ്രദറാണ്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നച്ഛൻ, എന്റെ പൊന്നു ബ്രദറെ, ഞാൻ അങ്ങനെ ചോദിക്കണേ. നമുക്കൊരു സുബോധമല്ലേ എന്ന് ചോദിക്കും. പറഞ്ഞു മനസ്സിലായി? നമുക്ക് എന്തിൽ ഒരു സുബോധം ഇല്ലേ? അതിന് മാത്രം ദൂർത്താണ്. പാപത്തിന്റെ നിമിഷ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേരുന്ന ആശ തീരുമാനമെടുക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ തീരുമാനമെടുക്കണം. എന്ത് രാത്രി എത്രയോ ആഹാരം വെറുതെ കളയുന്നു, എത്രയോ വസ്ത്രങ്ങൾ എണ്ണം കിടക്കണേ അലമാരിക്കകത്തിരിക്കുന്നു. എന്നിട്ട് വീട്ടിൽ എന്തും വെക്കണം. നല്ലൊരു ചുരിദാർ മേടിച്ചതുണ്ടോ, നല്ലൊരു സാരി മേടിച്ചതുണ്ടോ, കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായില്ലേ, നല്ലൊരു ചെരുപ്പ് മേടിച്ചതുണ്ടോ? മനസ്സിലായില്ലേ? വല്ലവരും മേടിച്ചതിന്റെ കൊതിയിട്ടൊന്നും കാര്യമില്ല. ഇത് ഞാൻ ഇട്ടുകൊണ്ട് നടക്കും, ഇത് ഞാൻ നടക്കും, കൊടുക്കില്ല. എന്നെ കൊന്ന ഇത് ഞാൻ തരില്ല, ബാക്കിയുള്ളതൊക്കെ തിന്നു. ഇത് ഈ ഒരു നൂല് കൊന്ന തരില്ല, കൊന്ന. അങ്ങനെ കൊലപാതകം വരെ നടന്നിട്ടുണ്ടെന്നാണ്. എന്നെ കൊന്നാലും തല്ല. ഒരിക്കലും ചേച്ചി പുല്ല് മുറിച്ചു കൊണ്ടുവന്നപ്പോ ഈ മാല ചോദിച്ചപ്പോ കൊടുത്തില്ല. നിന്നെ കൊന്നിട്ടാണ് ഞാൻ പിടിച്ചു വരുന്നത്. മറ്റേ ആൾക്ക് കള്ളാണ് കെട്ടി വരുന്നത്, പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ഇതിനെ പിടിച്ചില്ല. എന്നാ നീ എന്നെ അവിടെ കൊല്ലടാന്ന് പറഞ്ഞ് അരുവാള വെച്ച് എറിഞ്ഞിട്ട് കൊടുത്തെന്ന് പറഞ്ഞു. അവനവരുടെ ദേശത്താണ് വെട്ടി കൊന്നു. അവന് ജാമ്യം കിട്ടി, റിമാൻഡ് തടവ് കഴിഞ്ഞ് ജാമ്യം കിട്ടിയപ്പോ അവൻ ഡിവൈനിൽ ധ്യാനത്തിന് പോയപ്പോ പറക്കിലച്ചോട് പറഞ്ഞാന്ന് പറഞ്ഞു, 6 മാസം മുമ്പ് ഞാൻ ധ്യാനം കൂടുകയാണെങ്കിൽ എന്റെ പിള്ളേർക്ക് അപ്പനും അമ്മ ഉണ്ടാവുകയായിരുന്നു. ഈ നൂലിന് വേണ്ടി ആ പശുവിനെ വളർത്തി പിള്ളേരെ പോട്ടെ, ഇയാളെല്ലാം മൊത്തം കുടിച്ച് തീർക്കാണല്ലോ. ആ പാവത്തിന്റെ ജീവിതം പോയി നൂലിന് വേണ്ടി. എന്നെ കൊന്നാലും ഇതിപ്പോ തന്നെ ഇവിടെ കൊല്ലട, തിന്നട, പച്ചിറച്ചിയാ തീറ്റിക്കൂടാ. സുവിശേഷം പറയാൻ പറ്റിയ വാക്കല്ല അതൊന്നും. പക്ഷെ പലപ്പോഴും പണ്ട് കാലത്ത് പാവപ്പെട്ടവരുടെ വീട്ടിലെ വർത്താനങ്ങളാ. മനസ്സിലായില്ലേ? കാശാന്റെ വീട്ടിലെ വർത്താനം പുറത്തേക്ക് വരില്ല എന്നുള്ളത്. ഇതിനേക്കാളും ജീവിക്കുന്നതാണ് ഇതാ. മനസ്സിലായോ? അതുകൊണ്ട് ഈ സ്റ്റേജിൽ എന്ന് പറയാൻ പറ്റിയ ഒരു വാക്കല്ല. പക്ഷെ സാധാരണ എല്ലാവരും പറഞ്ഞു പോകണം. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ നിമിഷ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേർന്ന് അവർ ഇഷ്ടപ്പെട്ടത്. എബ്രാഹിം 11:25 അവസാനിപ്പിക്കട്ടെ. അച്ഛന്റെ കയ്യിലേക്ക് മേൽക്ക് കൊടുക്കാവുന്നതാണല്ലോ. 3 കാര്യം നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തെ ചിന്ത, ബുദ്ധിസുന്ദരനായതുകൊണ്ട് 3 മാസത്തേക്ക് അവരെ ഒളിപ്പിച്ചു വെച്ചു. രാജകോപം ഭയപ്പെട്ടില്ല. 2, വിശ്വാസം മൂലം അവൻ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിഷേധിച്ചു. 3, പാപത്തിന്റെ നൈമിഷ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേർന്നത് അവർ ഇഷ്ടപ്പെട്ടു. മനസ്സിലായോ? മോശ എങ്ങനെയാണ് ദൈവജനത്തെ നയിച്ചവർ? വിശ്വാസ നായകന്മാരിൽ എടുത്തു പറയുന്ന പൗലോസ് അവന്റെ പേര് പറയാൻ കാരണമായത്. മനസ്സിലായോ? വേദപുസ്തകം പരിശുദ്ധാത്മാവിൽ നിവേശിതരായി എഴുതിയതാന്ന് പറഞ്ഞേ. അപ്പൊ ഇവരെയൊക്കെ ഓർത്ത് പരിശുദ്ധാത്മാവ് ഓർത്ത് കൊടുത്തിട്ടല്ലേ ഇതൊക്കെ എഴുതി വെച്ചേ. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ന്യായീകരിക്കാനായിട്ട് ഇവൻ നമ്മുടെ ആളാണെന്ന് പറയണ്ടേ? ഏറ്റു പറയണ്ടേ? അതുകൊണ്ട് ഈ ധ്യാനം അഭിഷേകത്തിനുള്ളതാണ്. അഭിഷേകം. ഹല്ലേലൂയ. ഒരുപാട് പ്രാർത്ഥിക്കാം. ഇതിന് പാട്ടുപിടുകയാണ്. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു.
3 ചിന്തകൾ ഞങ്ങൾ ഈ സമയം കൊണ്ട് മനസ്സിലാക്കി കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ പണം ഞങ്ങൾ ദൂർത്തടിക്കുന്നു, എത്രയോ ഭക്ഷണം ഞങ്ങൾ വേസ്റ്റാക്കി കളയുന്നു കർത്താവേ. എവിടെയൊക്കെയോ അനേകർ പട്ടിണിക്കാരുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കർത്താവേ. ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ, ആ ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേരുവാൻ എനിക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവിൽ പ്രാർത്ഥിക്കണമേ. സകലവിശുദ്ധന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയുവാൻ, സഭ നിറയുവാൻ, ഇടവകം നിറയുവാൻ എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിച്ച് ചോദിക്കുന്നു. കൃപയുടെ തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ.